ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തു അബസയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ സൂറത്തിൻ്റെയും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ സൂറത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ സൂറത്തിൽ പറയുന്ന വിഷയങ്ങളൊക്കെ കോർത്തിണക്കുന്ന ഒരു അടിസ്ഥാന ലക്ഷ്യം. അതെന്താണ്? മുഫസ്സിരീങ്ങൾ പലരും പറഞ്ഞത് കാണാം. കഴിഞ്ഞ സൂറത്ത് നാസിയാത്തിൽ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഉൾക്കൊള്ളാനുള്ള പ്രോത്സാഹനം, അൽ ഹസ്സു അല അൽ ഇഅ്തിബാർ. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ സൂറത്തിലുണ്ട്. സൂറത്ത് നാസിയാത്തിൽ നിന്ന് വ്യത്യസ്തമായി, അതിൽ കൂടുതലായി. അതെന്താണ്? ബയാനു ഇസ്തിഗ്നാഇ ദഅവത്തുൽ ഖുർആൻ അനിൽ മുആനിദീൻ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ദഅവത്ത്, ഈ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ദഅവത്ത്, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയുന്ന മുആനിദീങ്ങളായ ധിക്കാരികളായ ആളുകളെ നമുക്കും ആവശ്യമില്ല. ഖുർആനിന്, അല്ലെങ്കിൽ ഖുർആനിലൂടെ സംസാരിക്കുന്ന റബ്ബിന്, അല്ലെങ്കിൽ ഈ ദീനിന് ധിക്കാരികളായി ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളെ ആവശ്യമില്ല. മനുഷ്യരെല്ലാവരും നിഷേധിച്ചാലും പിന്തിരിഞ്ഞു പോയാലും ധിക്കരിച്ചാലും ദീനിന് യാതൊരു നഷ്ടവുമില്ല, അള്ളാഹുവിന് യാതൊരു നഷ്ടവുമില്ല എന്നുകൂടി ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പരസ്പര ബന്ധിതമാണ്. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ തുടർച്ചയാണ് ഈ പറച്ചിൽ. നിങ്ങൾ ഖുർആൻ ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഈ കൽപ്പന, അത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ കൽപ്പന സ്വീകരിക്കാതെ തിരിഞ്ഞു പോയാൽ അവന് മാത്രമാണ് നഷ്ടം. ഈ സൂറത്ത് തുടങ്ങുന്നത് ഈ പറഞ്ഞ കാര്യം സൂചിപ്പിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളും, ഈ സൂറത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളും ഉൾക്കൊള്ളുന്നൊരു കഥ പറഞ്ഞുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ചില പ്രമാണിമാർക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് അന്ധനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്ന സംഭവം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖം ചുളിക്കുകയും അല്ലാഹു തആല അവിടുത്തെ തിരുത്തുകയും ചെയ്ത ആ സംഭവം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ഒരു കഥയിൽ, ഈ സംഭവത്തിൽ ഈ പറഞ്ഞ രണ്ട് ആശയങ്ങളുമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹുവിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് എന്താണ്? വഹുവ യഖ്ഷ, അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് അദ്ദേഹം. അപ്പോൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്കാണ് ഖുർആൻ കൊണ്ട് ഉപകാരമുണ്ടാവുക. അത് സൂറത്ത് നാസിയാത്തിലും പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാവുക, അതുവഴി ഖുർആൻ കൊണ്ട് ഉപകാരം നേടുന്നവരാവുക എന്നാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധിക്കാരികളായ, നിഷേധികളായ, പല പ്രാവശ്യം ഹക്ക് പറഞ്ഞു കൊടുത്തിട്ടും അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന കാര്യവും ഇതിൽ പറയുന്നു. മുശ്രിക്കുകളെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? കല്ല ഇന്നഹ തദ്കിറ ഫമൻ ഷാഅ ദക്കറ. ഇതൊരു ഉത്ബോധനം മാത്രമാണ്. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ കഥയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ സംഭവം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഇമാം അബൂ യഅല റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ സംഭവം വിവരിക്കുന്നതായി. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹുൽ മുസ്നദ് മിൻ അസ്ബാബുൻ നുസൂൽ എന്ന കിതാബിൽ ഈ ഹദീസ് സഹീഹാണ്, റിജാലുഹു റിജാലു സഹീഹ്, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള റിപ്പോർട്ടർമാരാണ് ഹദീസിൻ്റെ സനദിലുള്ളത് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ ഈ സംഭവം സ്ഥിരപ്പെട്ടതാണ് ചുരുക്കി പറഞ്ഞാൽ. സൂറത്തിൻ്റെ ലക്ഷ്യം ഈ കഥയിൽ വ്യക്തമാണ്. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യന് നാശം, അവൻ എന്തുമാത്രം നന്ദി കെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അടുത്ത ആയത്തുകൾ വിശദീകരിക്കുന്നു. ഇങ്ങനെ വളരെ നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന്, വളരെ ദുർബലമായ അവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ച് വലുതാക്കി വളർത്തിക്കൊണ്ടുവന്നതാണ് മനുഷ്യനെ. എന്നിട്ടും അവൻ എത്ര നന്ദി കെട്ടവനാണ്.
ആ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ഈ സൂറത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധമുണ്ട്. ഇത്രയും ദുർബലനായ മനുഷ്യൻ അവനാണ് തിരിഞ്ഞു കളയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ ദീൻ ഉപേക്ഷിച്ചതുകൊണ്ട്, ഖുർആനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് യാതൊരു നഷ്ടവും ഉണ്ടാകാൻ വകുപ്പില്ല. അള്ളാഹുവാണ് അവനെ സൃഷ്ടിച്ചത്, അവന് സ്വന്തമായി ഒന്നുമില്ലാത്തവനാണ്. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മനുഷ്യരുടെയും കന്നുകാലികളുടെയും ഭക്ഷണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിൽ നിന്നും ഈ ആശയം ഉൾക്കൊള്ളാം, മനുഷ്യൻ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള മനുഷ്യൻ ധിക്കരിക്കുക എന്നുള്ളത് വളരെ നന്ദികെട്ട പ്രവൃത്തിയാണ്. അതോടൊപ്പം അള്ളാഹുവിന് യാതൊരു നഷ്ടവുമില്ലാത്ത കാര്യമാണ്. അവസാനമായി ആഖിറത്തിനെക്കുറിച്ച്, അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അത് ഇങ്ങനെ നിഷേധിച്ച് തിരിഞ്ഞു കളയുന്ന ആളുകൾക്കുള്ള താക്കീതാണ്. അവർ തിരിഞ്ഞു കളഞ്ഞതുകൊണ്ട് അള്ളാഹുവിന് നഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നതിൽ നിന്ന് തെറ്റിദ്ധരിക്കരുത് അവരോ അള്ളാഹു വെറുതെ വിടുമെന്ന്. നേരെ മറിച്ച് അവർക്ക് നഷ്ടമുണ്ടാകും. അള്ളാഹു നഷ്ടമില്ല, തിരിഞ്ഞു കളഞ്ഞവർക്ക് നഷ്ടമുണ്ടാകും. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സൂറത്തിൻ്റെ മഖ്സദ്, ലക്ഷ്യം, അതുപോലെ സൂറത്ത് ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ. ഇനി നമുക്ക് ഇതിൽ ഓരോ ആയത്തുകളായി നോക്കാം. അബസ വ തവല്ല. അബസ എന്നുള്ളത് ഗരീബായൊരു വാക്കാണ്. സാധാരണ അറബിയിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ ഗരീബാണ്. കാരണം വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുന്നത് കൊണ്ട് അബസ എന്നുള്ള വാക്ക് നമുക്ക് പരിചയം ഉണ്ടാവും. അതിൻ്റെ അർത്ഥമായി തഫ്സീറുകൾ പറയുന്നത് ഖത്തബ എന്നാണ്. ഖത്തബ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖം ചുളിക്കുക, കണ്ണുകൾ രൂക്ഷമായി നോക്കുക എന്നൊക്കെയാണ്. അപ്പോൾ മുഖം ചുളിക്കുക എന്ന് പറയാം. വ തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ അറാദ, തിരിഞ്ഞു കളഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുശ്രിക്കിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില റിവായത്തുകളിൽ സ്വനാദീദ് ഖുറൈശികളുടെ വലിയ പ്രമാണിമാരെന്ന് കാണാം. വേറെ റിവായത്തിൽ ഉബയ്യ് ഇബ്നു ഖലഫ് ആയിരുന്നു എന്ന് കാണാം. ഏതായാലും മക്കയിലെ അറിയപ്പെട്ട ഖുറൈശികളായ പ്രമാണിമാരായ ആളുകളോടാണ് അവിടുന്ന് സംസാരിക്കുന്നത്. അങ്ങോട്ടാണ് ഈ അന്ധനായ സഹാബി കടന്നു വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിഷമമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാനാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹം അവിടെ വന്ന് സലാം പറയുകയും സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നബി ഒരു സംസാരത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഇവർ മക്കയിലെ വലിയ പ്രമാണിമാരാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചാൽ ഇസ്ലാമിക ദഅവത്തിന് വലിയ മസ്ലഹത്തുണ്ടാകും, വലിയ പുരോഗതി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നേതാക്കന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും മക്കയിലെ മറ്റു മനുഷ്യരും ഇസ്ലാമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പല നന്മകളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അത് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും മുഖം ചുളിഞ്ഞു. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം, അല്ലാഹു തആല ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവൃത്തി തിരുത്തുകയാണ്. പക്ഷേ ആ തിരുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ്. സാധാരണ നമ്മൾ ഒരാളോട് ഒരു കാര്യം തിരുത്തുമ്പോൾ എങ്ങനെയാണ് പറയുക? നീ ഇങ്ങനെ ചെയ്തു, അത് ശരിയല്ല അല്ലേ? അയാളുടെ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞ് അത് ശരിയല്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാണ് തുടങ്ങുക. മുഖാത്തബായിട്ടാണ് സംസാരിക്കുക. പക്ഷേ ഇവിടെ മറ്റൊരാൾ സംസാരിക്കുന്നത് പോലെ, മൂന്നാമത്തെ ഒരാൾ സംസാരിക്കുന്നത് പോലെ അബസ വ തവല്ല, അദ്ദേഹം മുഖം ചൊളിച്ചു എന്നാണ് പറയുന്നത്. നീ മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞാലാണോ അതോ അദ്ദേഹം മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞാലാണോ കൂടുതൽ വിഷമമാവുക? നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു തെറ്റ് മുഖത്ത് നോക്കി നീ ഇന്ന പ്രവൃത്തി ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ വിഷമം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിൻ്റെ ഒരു റിഫ്ഖ്, അള്ളാഹുവിൻ്റെ ഒരു സൗമ്യത ഈ തിരുത്തിൽ നിന്നും കാണാൻ സാധിക്കും. അബസ വ തവല്ല, അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻ ജാഅഹു അൽ അഅമ, അന്ധനായ ആ വ്യക്തി വന്നപ്പോൾ. ഈ അന്ധൻ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഒരു മസല ചില മുഫസ്സിരീങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഗീബത്ത് പറയാൻ പാടില്ല. ഒരാൾ ഇഷ്ടപ്പെടാത്ത കാര്യം അയാളെക്കുറിച്ച് പറയുന്നതാണ് ഗീബത്ത് എന്ന് പറയാം. അപ്പോൾ അന്ധൻ എന്ന് പറഞ്ഞത് ഒരാൾ ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് അല്ലാഹു തആല ഇവിടെ അൽ അഅമ എന്ന് പറഞ്ഞു? അതിന് മറുപടിയായി മുഫസ്സിരീങ്ങൾ പറയുന്നത്, വിശദീകരണമായി പറയുന്നത്, ഇവിടെ അദ്ദേഹത്തിനുള്ള ഒരു ഉദ്ർ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഈ അഅമ എന്നുള്ള വാക്കിൽ. അപ്പോൾ കണ്ണ് കാണാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് ആളുകളോട് സംസാരിക്കുകയാണ്, അവർ വലിയ പ്രമാണിമാരാണ് എന്നൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം അവിടെ കടന്നു വന്ന് ഇടയിൽ കയറി സംസാരിച്ചത്. അപ്പോൾ കണ്ണ് കാണാത്തവനായതുകൊണ്ട് അദ്ദേഹത്തിന് അതിലൊരു ആനുകൂല്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി അത് തെറ്റല്ല, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അൽ അഅമ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഗീബത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ള, ഗീബത്തിൽപ്പെടാത്ത, ഗീബത്താണെന്ന് തെറ്റിദ്ധരിക്കുന്ന
വിഷയങ്ങളിൽപ്പെട്ടതാണ് ഒരാളെക്കുറിച്ച് പറയാൻ ഒരു വ്യക്തി അത് ഇന്നയാളാണ് എന്ന് വ്യക്തമാകാൻ, തഅയീൻ ചെയ്യാൻ, തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടി അയാളുടെ ഒരു ഐബ്, ഒരു ന്യൂനത പറയുക എന്നുള്ളത്. ഇപ്പോൾ തടിച്ച ഒരാൾ, അപ്പോൾ അയാളുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇന്ന വ്യക്തിയാണെന്ന് ഉറപ്പിക്കാൻ വേറെ മാർഗ്ഗമില്ലെങ്കിൽ ആ തടിയൻ എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ നിയ്യത്ത് പോലെയാണ്. അത് അയാളെ ആക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ തെറ്റില്ല. അത് പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അൻജാഅഹു അൽ അഅമ. അങ്ങനെ പല ആളുകളുടെയും പേര് കാണാം സലഫുകളുടെ കൂട്ടത്തിൽ. ഇപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അറിയപ്പെട്ട ഒരു ശിഷ്യനാണ് അൽ അഅറജ്. അഅറജ് എന്ന് പറഞ്ഞാൽ എന്താ? മുടന്തൻ. നമ്മൾ വലിയ വലിയ ഹദീസിൻ്റെ കിതാബൊക്കെ വായിക്കുമ്പോൾ സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലൊക്കെ കാണാം, ഹദ്ദസന അൽ അഅറജ് അൻ അബി ഹുറൈറ. അഅറജ എന്ന് പറഞ്ഞാൽ എന്താ? മുടന്തൻ അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ മലയാളം. പക്ഷേ ഇദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അഅറജ് എന്ന് പറഞ്ഞാലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള നിരവധി പണ്ഡിതന്മാരുണ്ട്. ഇബ്നുൽ മുലക്കൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരല്ല മുലക്കൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ഉമ്മയെ വേറെ ആൾ കല്യാണം കഴിച്ചതാണ്. അദ്ദേഹമാണ് അൽ മുലക്കൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്വന്തം ഉപ്പയില്ലാത്ത മറ്റൊരാളിലേക്കാണ് ചേർത്തി പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹത്തിനത് ഇഷ്ടവുമായിരുന്നില്ല, ഇബ്നുൽ മുലക്കൻ റഹിമഹുല്ലാ. പക്ഷേ അദ്ദേഹം സ്വന്തം പേര് പോലും അദ്ദേഹത്തിൻ്റേത് മറക്കപ്പെടുകയും ഇബ്നുൽ മുലക്കൻ എന്നറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് അനുവദനീയമാണ്. അതിൽപ്പെട്ടതാണ് ഈ സംഭവം. അൻജാഅഹു അൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. യസ്സക്ക എന്ന് പറഞ്ഞാൽ യതസക്ക എന്നാണ്. അതിലെ താ ഹദ്ഫ് ചെയ്തതാണ്, അവിടെ നഷ്ടപ്പെട്ടതാണ്. വമാ യുദ്രീക, താങ്കൾക്ക് എന്തറിയാം, ലഅല്ലഹു യസ്സക്ക, അദ്ദേഹം ഒരു പക്ഷേ ആത്മസംസ്കരണം നേടിയേക്കാം. അദ്ദേഹം വന്നിരിക്കുന്നത് ഖുർആൻ പഠിക്കാനും അങ്ങനെ സ്വയം ശുദ്ധീകരിക്കാനും വേണ്ടിയായിരിക്കാം. ഔ യദ്ദക്കറു, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ ഓർക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് മുമ്പേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഓർക്കാൻ വേണ്ടി, വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി. ഫതൻഫഅഹു ദിക്റ, അങ്ങനെ ഈ വിശുദ്ധ ഖുർആൻ്റെ ഉത്ബോധനം അദ്ദേഹത്തിന് ഉപകരിച്ചേക്കാം. അപ്പോൾ ഇവിടെ ഈ അന്ധനായ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചില്ല എന്ന കാര്യം അല്ലാഹു തആല പറയുമ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടിയിരുന്നതിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കണം? അതെന്താണ്? അദ്ദേഹം സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടി, നന്നാവാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളാൻ വേണ്ടി വന്നയാളാണ്. അങ്ങനെ വരുന്ന ഒരാളെ അവഗണിക്കരുത്. അതാണ് വിഷയം. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ദീൻ പഠിക്കാൻ താല്പര്യത്തോടുകൂടി വരുന്ന ഒരാൾ, അത് ആരായിരുന്നാലും അവരെ പരിഗണിക്കുകയാണ് വേണ്ടത്, അവരെ അവഗണിക്കരുത് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഇദ്ദേഹം വന്നത് പരിഗണിക്കാതെ, ഇദ്ദേഹത്തിന് മറുപടി പറയാതെ ആരോടാണോ സംസാരിച്ചു കൊണ്ടിരുന്നത് അവരെക്കുറിച്ച് പറയുന്നു. അമ്മാ മൻ ഇസ്തഗ്ന, എന്നാൽ ആരാണോ സ്വയം തികഞ്ഞവനാണ് എന്ന് ധരിച്ചിരിക്കുന്നത്, ഈ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഫഅൻത ലഹു തസദ്ദ, താങ്കൾ അവൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കുന്നത്. തസദ്ദ എന്ന് പറഞ്ഞാൽ, നേരത്തെ തവല്ല എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം. തസദ്ദ ലഹു എന്ന് പറഞ്ഞാൽ ഒരാളെ പരിഗണിച്ചു, അയാളോട് അഭിമുഖീകരിച്ചു, അഖ്ബല അലൈഹി എന്നൊക്കെ പറയാം. അവരുടെ കാര്യത്തിലാണ് താങ്കളുടെ ശ്രദ്ധ. വമാ അലൈക അല്ലാ യസ്സക്ക, അവർ ഇങ്ങനെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന് കരുതി അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാതെ, പഠിക്കാതെ, ഉൾക്കൊള്ളാതെ നിഷേധികളായി ജീവിച്ചത് കൊണ്ട് താങ്കൾക്ക് എന്ത് നഷ്ടമാണുള്ളത്? അവരവരുടെ വഴിക്ക് പോട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ മുശ്രിക്കുകളായ, നിഷേധികളായ ആളുകൾ, ഞങ്ങൾക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ പരിധി വിട്ട് ദുഃഖിക്കേണ്ടതില്ല. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം. അല്ലേ, ഒരാൾ നമ്മുടെ ദഅവത്ത് നിരസിക്കുന്നത്, ഇസ്ലാം ഉപേക്ഷിക്കുന്നത് നമുക്ക് വിഷമമുണ്ടാക്കും. പക്ഷെ അതിന് പരിധിയുണ്ട്. അവരുടെ കാര്യത്തിൽ വിഷമിച്ച് പരിധി വിടേണ്ടതില്ല. വമൻ കഫറ ഫലാ യഹ്സുൻക കുഫ്റു, ആരാണോ നിഷേധിക്കുന്നത് അവൻ്റെ നിഷേധം താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും,
നിഷേധിച്ച് തിരിഞ്ഞു കളയുന്നവരാരാണോ അവരുടെ ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അവർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഫഇന്നമ അലൈഹി മാ ഹുമ്മില, നബിയെ അള്ളാഹു ഏൽപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തമേ നബിക്കുണ്ടാവുകയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ തവല്ല ഫഇൻ യതവല്ലു ഫഇന്നമ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും വഇൻ തുതീഉഹു തഹ്തദു വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. എന്നാൽ ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് അവൻ സന്മാർഗത്തിലായി. റസൂലിന് ഈ സത്യം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. വഅമ്മാ മൻ ജാഅക യസ്ആ, വീണ്ടും പറയുന്നു, എന്നാൽ താങ്കളുടെ അടുത്തേക്ക് ധൃതിപ്പെട്ട് വന്നവൻ. സഅ യസ്ആ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓടുന്നതിനാണ്. നടത്തത്തിൻ്റെയും ഓട്ടത്തിൻ്റെയും ഇടയിലുള്ള വേഗത്തിൽ നടക്കുന്നതിനാണ് സഅ എന്ന് പറയാം, സഫാ മറുവക്കിടയിൽ ചെയ്യുന്നത് പോലെ. അങ്ങനെ ധൃതിപ്പെട്ട് താങ്കളുടെ അടുത്തേക്ക് വന്നവൻ വഹുവ യഖ്ഷ, അദ്ദേഹം അള്ളാഹുവിനെ പേടിക്കുന്നവനാണ്. അപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ട കാരണങ്ങൾ, സബബുകളൊക്കെ സ്വീകരിച്ചു. ധൃതി പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു, ലാഹിറായി അദ്ദേഹം ആ ഒരു സബബ് സ്വീകരിച്ചു, ആ ഇൽമിൻ്റെ സദസ്സിൽ എത്തുക എന്നുള്ള കാര്യം ചെയ്തു. വഹുവ യഖ്ഷ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹിനെക്കുറിച്ചുള്ള പേടിയുമുണ്ട്. അപ്പോൾ ലാഹിറായിട്ടും ബാത്തിനായിട്ടുമുള്ള സബബുകളുണ്ട് നമുക്ക് ഇൽമ് കിട്ടാൻ. ലാഹിറായ സബബുകൾ മാത്രം പോരാ. എന്താ ലാഹിറായ സബബുകൾ എന്ന് പറഞ്ഞാൽ ഭൗതികമായ മാർഗ്ഗങ്ങൾ. ഇപ്പോൾ ഒരു ക്ലാസ് കേൾക്കുക, നമ്മുടെ ചെവിയിലൂടെ ആ ശബ്ദം ഉള്ളിലേക്ക് പോകുക എന്നുള്ളത് അതൊരു സബബാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൽമ് സ്വന്തമാക്കാൻ അല്ലാഹു തആല എളുപ്പമാക്കിയിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഒരു ഓഡിയോ ഡൗൺലോഡ് ചെയ്ത് അവിടെ വെക്കുക, അത് കേൾക്കുക. അതുപോലെ പുസ്തകങ്ങൾ പല രൂപത്തിലും നമുക്ക് എളുപ്പത്തിൽ ഇന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഭൗതികമായ അസ്ബാബുകളാണ്. അതോടൊപ്പം ബാത്തിനായ ഉള്ളിലുള്ള ചില സബബുകൾ കൂടിയുണ്ട് ഇൽമിന്. അതുകൂടി ഉണ്ടെങ്കിലേ ദീനിയായ ഇൽമ് കിട്ടുകയുള്ളൂ. ഭൗതികമായ ഇൽമ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. ഭൗതികമായ ഇൽമ് കാലം പുരോഗമിക്കും തോറും അതിൻ്റെ മാർഗ്ഗങ്ങൾ എളുപ്പമാകും തോറും നമുക്ക് പുരോഗതി ഉണ്ടാകും അതിൽ. പക്ഷേ ദീനിൻ്റെ ഇൽമ് ഒരാൾക്ക് കിട്ടണമെങ്കിൽ അത് മാത്രം പോരാ. അതിൻ്റെ കൂടെ എന്ത് വേണം? ഉള്ളിലുള്ള ചില കാര്യങ്ങൾ കൂടി വേണം. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. അതില്ലാത്തവനൊരിക്കലും ഇൽമ് കിട്ടുകയില്ല. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ, ഖശിയത്തുള്ള ആളുകൾ അവർക്കാണ് ഇൽമ് കിട്ടുകയുള്ളൂ എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കാം. ഉലമാക്കളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കാം? ആ പേടിയുള്ളത് കൊണ്ടാണ് അവർ ഉലമാക്കളായി മാറിയത്. അതുപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ വഹുവ യഖ്ഷ, അള്ളാഹുവിനെ അദ്ദേഹം പേടിക്കുന്നുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനെക്കുറിച്ച്, സഅസ്രിഫു അൻ ആയാതി, എൻ്റെ ആയത്തുകൾ ഞാൻ തെറ്റിച്ച് കളയും, എൻ്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ തെറ്റിച്ച് കളയും. അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്, കിബറുള്ള ആളുകളെ എൻ്റെ ആയത്തുകളിൽ നിന്ന് ഞാൻ തെറ്റിച്ച് കളയും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കിബറുള്ള ആളുകൾ ഖുർആൻ കേൾക്കൂല എന്നാണോ? ഇല്ല, ഖുർആൻ ആർക്കും കേൾക്കാൻ പറ്റും. ഖുർആൻ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിൽ അത് ഒരാൾ ഓതുന്ന സ്ഥലത്ത് പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച ഒരു ഉപകരണത്തിൽ ഖുർആൻ പ്ലേ ചെയ്തിട്ടോ അയാൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖുർആൻ്റെ ആശയങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കടക്കുകയില്ല കിബറുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ, നായയും രൂപങ്ങളുമുള്ള വീട്ടിലേക്ക് മലക്കുകൾ പ്രവേശിക്കുകയില്ല. അപ്പോൾ ചില ഉലമാക്കൾ ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പറഞ്ഞു, നായയും മലക്കുമുള്ള വീട്ടിലേക്ക് മലക്ക് പ്രവേശിക്കുകയില്ലെങ്കിൽ ഈ നായയുടെ സ്വഭാവമുള്ള മനസ്സിലേക്ക്, നായയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ആർത്തി, അതുപോലെ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മത്സരം, ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളുള്ള മനസ്സിലേക്ക് ഖുർആൻ്റെ ആശയം പ്രവേശിക്കുകയില്ല. അതുപോലെ തന്നെ സൂറ, രൂപം എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഷിർക്ക് മനസ്സിലുള്ള ആളുകൾ, ആ ഷിർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ഷിർക്കാവാം, റിയാ ആവാം, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ രോഗങ്ങൾ, അങ്ങനെ രോഗമുള്ള മനസ്സുകളിലേക്ക് ഇൽമ് പ്രവേശിക്കുകയില്ല. അപ്പോൾ ഈ സ്വഹാബിയാണെങ്കിൽ ഈ രണ്ട് തരത്തിലുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൽമിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ആ മജ്ലിസിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് പേടിയുമുണ്ട്. ഫഅൻത അൻഹു തലഹ, താങ്കൾ അദ്ദേഹത്തെ വിട്ട് അശ്രദ്ധയിലാണ്. തലഹ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വിട്ടിട്ട് മറ്റൊന്നിൽ വ്യാപൃതനാവുക. താങ്കൾ അദ്ദേഹത്തിൽ നിന്ന് മാറി മറ്റുള്ളവരോട് സംസാരിക്കുന്നതിൽ വ്യാപൃതനാണ്. കല്ല, നമ്മൾ പറഞ്ഞു കല്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ളൊരു കാര്യത്തെ തിരുത്തുന്ന വാക്കാണ്, അങ്ങനെയല്ല. എന്നിട്ട് എന്താണ് ശരിയെന്ന് അതിന് ശേഷം പറയുകയും ചെയ്യും. കല്ല എന്നുള്ള ഈ ഹർഫിന് ശേഷം. ഇന്നഹ തദ്കിറ, അപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്. ഇന്നഹ തദ്കിറ, ഇന്നഹ എന്ന് പറയില്ല. ഹ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖുർആനിലെ ആയത്തുകൾ എന്നാവാം, അല്ലെങ്കിൽ ഈ സൂറത്ത് എന്നാവാം.
എന്തായിരുന്നാലും അള്ളാഹുവിൻ്റെ വഹി എന്ന് പറയുന്നത് തദ്കിറ, അതൊരു ഉത്ബോധനം മാത്രമാണ്. അതാരെയും അടിച്ചേൽപ്പിക്കേണ്ടതോ ആരെങ്കിലും അത് നിഷേധിച്ചതിൽ നമ്മൾ പരിധി വിട്ട് ദുഃഖിക്കേണ്ടതായ കാര്യമൊന്നുമല്ല. ഇത് കേൾക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും അത്യാവശ്യമായിട്ടുള്ള അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹു ഇറക്കിയ ഒരു ഉത്ബോധനമാണ്. ഫമൻ ഷാ ദഖറ, ആരാണോ ഉദ്ദേശിച്ചത്, ആർക്കാണോ താല്പര്യമുള്ളത്, ദഖറ, അവൻ ആ ഉത്ബോധനം സ്വീകരിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ ഓർത്തുകൊള്ളട്ടെ, അവൻ അത് ഓർക്കുന്നതാണ്. ഫീ സുഹുഫിൻ മുകറമ, ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു സൂക്ഷിച്ചിരിക്കുന്നത് ഫീ സുഹുഫിൻ, ചില ഏടുകളിലാണ്. മുകറമ, അള്ളാഹു ആദരിക്കപ്പെട്ട ഏടുകൾ. മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം, ഇവിടെ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചാണ് പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിട്ടുണ്ട്. മർഫൂഅത്തിൻ മുതഹറ, അത് വളരെ ഉന്നതിയിലാണുള്ളത്. 7 ആകാശങ്ങൾക്ക് മുകളിലാണ് ലൗഹുൽ മഹ്ഫൂദ് ഉള്ളത്. മുതഹറ, അതുപോലെ വളരെ പരിശുദ്ധമായ ഏടുകൾ. ബി ഐദി സഫറ, അതാരുടെ കയ്യിലാണ് അത് സംരക്ഷിക്കുന്നതും അതിൻ്റെ പരിസരത്തുള്ളതും ആരാണ്? ബി ഐദി സഫറ. സഫറ എന്ന് പറഞ്ഞാൽ ദൂതന്മാർ, എഴുത്തുകാർ എന്നൊക്കെ പറയാൻ പറ്റും. അസ്ല് സഫറ എന്നുള്ള 3 അക്ഷരങ്ങളുടെ അസ്ല് അലിൻകിഷാഫ്, വ്യക്തമാവുക, വെളിവാവുക എന്നാണ്. ആ 3 അക്ഷരങ്ങൾ കൂടി ഉണ്ടായ വാക്കുകളൊക്കെ വ്യക്തമാക്കുക, വെളിവാക്കുക എന്നൊരാശയത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും. സഫറ എന്ന് പറഞ്ഞാൽ സീനിന് ഫത്ത്ഹ്, ഫാക്ക് ഫത്ത്, റാക്ക് ഫത്ത്. സഫറ എന്ന ഫിഅലിൻ്റെ അർത്ഥം കത്തബ എന്നാണ്, എഴുതി എന്നാണ്. എന്തുകൊണ്ടാണ്? എഴുതുന്ന ആൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവൻ്റെ മനസ്സിലുള്ള ആശയം വ്യക്തമാക്കുകയാണ് എഴുത്തിലൂടെ. സാഫിർ എന്ന് പറഞ്ഞാൽ കാത്തിബ് എന്നാണ് അർത്ഥം. അതിൻ്റെ ജം ആണ് സഫറ എന്നുള്ളത്. സഫീർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ സഫീർ എന്നുള്ളതിൻ്റെ ജം ആണ് സഫറ എന്നാണ് പറയാറുള്ളത്. അങ്ങനെ പറ്റുമോ എന്നുള്ളത്, ജം സഫീറിൻ്റെ ജമാണോ സഫറ എന്നുള്ളത് നോക്കണം, അല്ലാഹു അലം. എന്തായാലും സാഫിറിൻ്റെ ജമാണ് ഇതിൽ തർക്കമില്ല. സഫീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലോമാറ്റ്, അംബാസഡർ. അംബാസഡറിന് സഫീർ എന്നാണ് പറയാം. നമ്മൾ എംബസിക്ക് സഫാറ എന്ന് പറയും. എന്തുകൊണ്ടാണ് അംബാസഡർക്ക് സഫീർ എന്ന് പറയുന്നത്? സഫീർ എന്നുള്ള ഈ വാക്ക് അത് പുതിയതല്ല, പഴയ കാലത്തെ ഉപയോഗിക്കുന്നതാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ആശയങ്ങളൊക്കെ കൈമാറുന്ന, സന്ദേശങ്ങൾ കൈമാറുന്ന ആൾക്ക് സഫീർ എന്ന് പറയും. എന്തുകൊണ്ടാണ് സഫീർ എന്ന് പറയുന്നത്? അല്ലേ, പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ഇത് കൂടുതൽ വ്യക്തമാകും. ദൂരെയുള്ള 2 രാജ്യങ്ങൾ, ആ 2 രാജ്യങ്ങൾക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു രാജ്യത്തെ ആൾക്കറിയില്ല. മറ്റേ രാജ്യത്തെ ആൾക്കാരുടെ പദ്ധതി എന്താണ്? യുദ്ധം ചെയ്യാൻ പദ്ധതി ഇരുന്നുണ്ടാവും, ചിലപ്പോൾ സുൽഹ് ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടാകും, പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ ഇവിടെ വന്ന് വ്യക്തമാക്കുന്ന ആളാണ് സഫീർ. ഈ സഫീർ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം. നമ്മളെ ആക്രമിക്കാനാണോ അതോ സന്ധിയാണോ അതോ മറ്റു വല്ലതുമാണോ എന്നൊക്കെ അറിയുന്നത് ഈ സഫീർ വഴിയാണ്. അതാണ് ആ പേര് വരാനുള്ള കാരണം. അതുപോലെ സുഫൂർ എന്നുള്ളൊരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സുഫൂർ എന്ന് പറഞ്ഞാൽ? സാധാരണ അത്തബറുജ് വ സുഫൂർ എന്നാണ് സ്ത്രീകളുടെ വിഷയത്തിൽ. തബറുജ് എന്ന് പറഞ്ഞാൽ അവർ ഔറത്ത് കാണിച്ച് ഇറങ്ങി നടക്കുക. സുഫൂർ എന്ന് പറഞ്ഞാൽ മുഖം വെളിവാക്കുന്നതിനാണ് സുഫൂർ എന്ന് പറയാം. ഒരു ബൈത്തുണ്ട്, ജാഹിലിയ കാലത്ത് കവി പറഞ്ഞതാണ്. വകുന്തു ഇദാ മാ റഅയ്തു ലൈല തബർകഅത് വഖദ് റാബനി മിൻഹൽ ഗദാത സുഫൂറുഹ. വകുന്തു, ഞാൻ ആയിരുന്നു, എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇദാ മാ റഅയ്തു ലൈല, ലൈല എന്ന് പറയുന്നത് അറബിയിൽ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. അങ്ങനെ ആ പേരിലൊരു സ്ത്രീ ഉണ്ടായിട്ടുണ്ട്, സൗന്ദര്യം കൊണ്ട് അറിയപ്പെട്ട ഒരു സ്ത്രീ. പക്ഷേ പിന്നീട് അതൊരു സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി കവിതകളിലൊക്കെ ഉപയോഗിക്കും. വകുന്തു ഇദാ മാ റഅയ്തു ലൈല, ഈ ലൈലയെ കാണുമ്പോഴൊക്കെ തബർകഅത്, അവൾ ബുർക്ക ധരിക്കുമായിരുന്നു. ബുർക്കയുടെ അറബി ബുർക്ക എന്നാണ്. തബർക്ക എന്ന് പറഞ്ഞാൽ ബുർക്ക ധരിക്കുമായിരുന്നു. വഖദ് റാബനി, എന്നെ സംശയത്തിലാക്കിയിരിക്കുന്നു, എനിക്ക് സംശയമുണ്ടാക്കിയിരിക്കുന്നു. മിൻഹ, അവളുടെ ഭാഗത്തു നിന്ന് ഒരു സംശയം വന്നിരിക്കുന്നു. അൽ ഗദാത്ത, ഇന്ന് രാവിലെ. സുഫൂറുഹ, അവളുടെ സുഫൂർ, അതായത് അവൾ ഈ മുഖം പതിവിൽ നിന്ന് വ്യത്യസ്തമായി തുറന്നിട്ടാണ് ഇന്ന് രാവിലെ കണ്ടത്, അതെനിക്ക് സംശയമുണ്ടാക്കി. ഈ ബൈത്ത് കുറേ അറബി വാക്കുകൾ, ഖുർആനിൽ വന്നിട്ടുള്ള വാക്കുകൾ പഠിക്കാൻ സഹായിക്കുന്നതാണ്. ഒന്ന് സുഫൂർ എന്നുള്ള വാക്ക് എന്താണ്? മുഖം തുറന്നിടുക, അപ്പോൾ ഇൻകിഷാഫ്, വ്യക്തമാക്കുക എന്നുള്ള ആശയമാണ്. മറ്റൊന്ന് റാബ എന്നുള്ള വാക്ക്, റൈബ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഈ സൂറത്തിലില്ലെങ്കിലും പിന്നീട് ഖുർആനിൽ പല സ്ഥലത്ത് നമ്മൾ കാണും. സൂറത്തുൽ ബഖറയിൽ ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞു. ഷക്കും റൈബും തമ്മിലുള്ള വ്യത്യാസം എന്താ? റൈബ് എന്ന് പറഞ്ഞാൽ ഷക്കുൻ മഅൽ ഇത്റാബ്, സംശയത്തോടൊപ്പം ചെറിയൊരു പേടിയും, അതാണ് റൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കവി ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവളുടെ പിന്നാലെ നടക്കുകയാണ് കുറേ കാലമായിട്ട്. പക്ഷേ ഇവനെ കാണുമ്പോഴൊക്കെ ഇവൾ മുഖം മറക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു, ഈ പെണ്ണിൻ്റെ കുടുംബക്കാരൊക്കെ കൂടിയിട്ട്. അപ്പം അന്ന് രാവിലെയാണ് ഇവനെ
അടുപ്പിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുഖം കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ്റെ സംശയവും, അങ്ങനെ പതിവ് ഇല്ലാത്തതാണ്. അപ്പോൾ സുഫൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയാനുള്ള കാരണവും ഇത് തന്നെ. അസ്ലെന്താണ്? അൽ ഇൻകിഷാഫ്, വെളിവാക്കുക എന്നാണ്. ബി ഐദി സഫറ കിറാമിൻ ബററ. ഈ മലക്കുകൾ എങ്ങനെയുള്ളവരാണ്? കിറാം, വളരെ മാന്യന്മാരാണ്. കരീം എന്നുള്ളതിൻ്റെ ജമാണ് കിറാം. ബററ, ബററ എന്ന് പറഞ്ഞാൽ, ബററ എന്നുള്ളതിൻ്റെ മുഫ്രദ് എന്താ, ഏകവചനം എന്താണ്? ബർറുൻ. ബിർ എന്ന് പറഞ്ഞാൽ നന്മ, വളരെയധികം നന്മ ചെയ്യുന്നവനാണ് ബർറുൻ എന്ന് പറയുന്നത്. ബാറുൻ എന്ന് പറഞ്ഞാലോ നന്മ ചെയ്യുന്നവൻ തന്നെയാണ്. പക്ഷേ ഏതാ വലുത്, ബാറുൻ എന്ന് പറഞ്ഞതാണോ അതോ ബർറുൻ? ഏതിനാണോ ശക്തി കൂടുതൽ? ബർറാണ്. ബർറുൻ എന്ന് പറയുന്നതാണ് നന്മ, അവൻ്റെ ഒരു സ്ഥിരം സമ്പ്രദായമായി മാറിയവൻ, നന്മ മാത്രം ചെയ്യുന്നവൻ, അതാണ് ബർറുൻ എന്ന് പറഞ്ഞാൽ. ബർറംബി വാലിദത്തി, എൻ്റെ ഉമ്മയോട് ബർറായിട്ടുള്ളവനാണ്. ബാറൻ ബി വാലിദത്തി എന്നല്ല. ഖുർആനിൽ അധികവും ബർറ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്, ബർറിൻ്റെ ജമാണ് ബററ, ബാറിൻ്റെ ജമാണ് അബ്രാർ. അബ്രാർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ ബാർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് അധികവും മനുഷ്യരെക്കുറിച്ചാണ്. ബററ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് മലക്കുകളെ കുറിച്ചാണ്. കാരണം അവർ നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ മലക്ക്. അസ്മാൽ ഹുസ്നയിലുള്ള അൽബർ, അതെ അതെ, അവിടെ ബാറല്ലല്ലോ. അസ്മാൽ ഹുസ്ന ഏറ്റവും ഉന്നതമായ ഇസ്മുകളാണല്ലോ. ബി ഐദി സഫറ കിറാമിൻ ബററ. അപ്പോൾ മലക്കുകളാണ് വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കുന്നതും അത് വഹയായിട്ട് കൊണ്ടുവരുന്നതും. മലക്കുകളുമായി ബന്ധപ്പെടുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത്. അത് ഖുർആൻ്റെ ഒരു ഫضൽ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അള്ളാഹു ഇതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിട്ടുള്ളത് മലക്കുകളെയാണ്. അതുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നത് മലക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ, ഖുർആൻ പഠിച്ച് പാരായണം ചെയ്ത് നടക്കുന്ന ആളുകൾ, അവരുടെ കൂടെ മലക്കുകളുണ്ടാകും. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഹിഹായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുല്ലദി യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരാൾ, വഹുവ ഹാഫിദുൻ ലഹു, അവൻ ഖുർആൻ ഹിഫ്ലാക്കുന്നവനാണ്. ഹിഫ്ലാക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങളും അതുപോലെ അത് ജീവിതത്തിൽ പാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരാൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, മലക്കുകളുടെ കൂടെയായിരിക്കും അവൻ. അതാണ് അവൻ്റെ ഉപമ എന്ന് പറയുന്നത്. അവൻ മലക്കുകളുടെ കൂടെയായിരിക്കും. വല്ലദി യഖ്റഉഹു വയതആഹദുഹു വഹുവ അലൈഹി ഷദീദ് ഫലഹു അജ്റാൻ. ഒരാൾ ഖുർആൻ ഓതുന്നു, ഈ പറഞ്ഞ ദർജയിൽ എത്താൻ സാധിച്ചിട്ടില്ല, കഷ്ടപ്പെട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫലഹു അജ്റാൻ, അവന് 2 പ്രതിഫലം ഉണ്ടായിരിക്കും എന്ന് വ്യത്യസ്ത ലഫ്ളിൽ വന്നിട്ടുള്ളൊരു ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുന്ന ആളുകൾ അവർ അതിൻ്റെ ആദാബുകൾ പാലിക്കുക. ഖുർആൻ ഓതുന്ന സമയത്ത് ശുദ്ധിയായിരിക്കുക. മലക്കുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സുഗന്ധം ഉപയോഗിക്കുക, അതുപോലെ തന്നെ ചിത്രങ്ങളും അപശബ്ദങ്ങളും സംഗീതവും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലിരിക്കുക. ഇതൊക്കെ ഖുർആനുമായി ബന്ധമുള്ള ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ അദബുകളാണ്. അപ്പോൾ എത്ര വലിയ സ്ഥാനമാണെന്ന് നോക്കൂ. അള്ളാഹു തആല ഖുർആൻ കൊടുത്തിരിക്കുന്നത് അത് ലൗഹുൽ മഹ്ഫൂദ് അള്ളാഹു സംരക്ഷിച്ചിരിക്കുന്നു. അതിൻ്റെ സംരക്ഷണം മലക്കുകളുടെ കയ്യിലാണ്. അപ്പോൾ ഈ ഖുർആനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, ഇത്രയും വലുതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ടതില്ല, അവനാണ് നഷ്ടം. അല്ലേ, നമ്മളിപ്പോൾ വളരെ വിലപിടിപ്പുള്ളൊരു വസ്തു ഒരാൾക്ക് കൊടുത്തു, അവനത് വേണ്ടെന്ന് പറഞ്ഞു, നമ്മൾ വിഷമിക്കും. നമുക്ക് ഈ വസ്തുവിൻ്റെ വില അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മൾ വിഷമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിധി വിട്ട് വിഷമിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ആരാണോ ദീൻ പഠിക്കാൻ വേണ്ടി മുന്നിട്ട് വരുന്നത് അവരെ പരിഗണിക്കുകയും ചെയ്യുക. അതാണ് ഇത്രയും പറഞ്ഞ ആയത്തുകളുടെ ചുരുക്കം. അല്ല, ദഅവത്ത് ചെയ്യുമ്പോൾ ദീൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളുടെ ദുന്യവിയായ അവസ്ഥ നോക്കിയിട്ടല്ല നമ്മൾ ആളുകളെ അടുപ്പിക്കുകയും അയറ്റുകയും ചെയ്യേണ്ടത്. അവരെത്ര നിസ്സാരന്മാരാണെങ്കിലും, അല്ല, അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു വികാരം ഉണ്ടാകും. ചിലപ്പോൾ ശൈത്താൻ അത് ഇങ്ങനെ നന്നാക്കി കാണിക്കും നമുക്ക്. ഇവൻ കുറച്ച് പണക്കാരനാണ്, അപ്പോൾ അവൻ നന്നായാൽ ദഅവത്തിന് കൂടുതൽ ഉപകരിക്കും. അത് ശരിയല്ല. ആരെ കൊണ്ടാണ് ദീനിന് ഉപകാരം ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. ഒരുപക്ഷേ ഈ മിസ്കീനായ മനുഷ്യൻ അവൻ കാരണമായിരിക്കും ദീനിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമ്പിയാക്കളുടെ അനുയായികൾ, അമ്പിയാക്കളെക്കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. ഇബ്നു കസീറിൻ്റെ വാക്കിന് ഒരു വിലയുണ്ട്. കാരണം അദ്ദേഹം ചരിത്ര പണ്ഡിതനാണ്, ഒരു ആലിമും ഫഖീഹും മുഫസ്സിറും ഒക്കെ ആണെന്നതിൽ കവിഞ്ഞ് അദ്ദേഹം മുഅർരിഖാണ്, ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായ എന്ന് പറയുന്ന കിതാബ് അത് ആദം നബി മുതൽ ഇബ്നു കസീർ വരെയുള്ള ചരിത്രമാണ് ഇസ്ലാമിൻ്റെ. അപ്പോൾ അത്രയും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് അമ്പിയാക്കളുടെ അനുയായികൾ എപ്പോഴും 2 വിഭാഗമാണ്. ഒന്ന് യുവാക്കളും മിസ്കീന്മാരും. അള്ളാഹു ഈ മിസ്കീന്മാരെ കൊണ്ടാണ് ദീനെ സഹായിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മത്തു
ബി ദുഅഫാഇഹ, ഈ ഉമ്മത്തിൻ്റെ കൂട്ടത്തിലുള്ള ദുർബലരെ കൊണ്ടാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കാറുള്ളത്. ബി സലാത്തിഹിം വ ദുആഇഹിം വ ഇഖ്ലാസിഹിം, അവരുടെ ഇഖ്ലാസ് കൊണ്ട്, ദുആ കൊണ്ട്, അവരുടെ നമസ്കാരം കൊണ്ട്. ഇത് പറയാനുള്ള സാഹചര്യം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി, അദ്ദേഹത്തിന് ഞാൻ കുറച്ച് വലിയവനാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ചില ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറയുന്നത്. സഹാബിയുടെ പേര് മറന്നുപോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഈ മിസ്കീന്മാരെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് മുസ്ലിം ഉമ്മത്തിന്. അതുകൊണ്ട് തന്നെ ദഅവത്തിൻ്റെ സന്ദർഭത്തിൽ ഇത് സൂക്ഷിക്കുക. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യും, കേവലം ഭൗതികമായ അസ്ബാബുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? ഏതൊരു കാര്യത്തിനും നമുക്ക് ലാഹിറായ സബബുകളുണ്ട്, ബാത്തിനായ സബബുകളുണ്ട്. അല്ലേ? മുസ്ലിം അല്ലാത്ത ആളുകൾ, അവരുടെ ചിന്താഗതിയാണിത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല, അവർക്ക് അവരുടെ ബന്ധം ദുനിയാവിൻ്റെ പേരിലായിരിക്കും. കാരണം ദുനിയാവിൽ കൂടുതൽ ഉയർന്ന, കൂടുതൽ സ്വാധീനമുള്ള, സമ്പത്തുള്ള ഒരാളെ അടുപ്പിച്ചാൽ അവനെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകും. പക്ഷെ നമ്മുടെ വിശ്വാസം എന്താണ്? എല്ലാ സബബുകളുടെയും കൂടെ ബാത്തിനായ സബബുകളുണ്ട്, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത സബബുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ബാത്തിനായൊരു സബബാണ് ഹദീസിൽ അറിയപ്പെട്ട ഹദീസ്, ആയുസ് നീളാനുള്ളൊരു സബബാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഇതിപ്പോൾ ഭൗതികമായ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഇതിൻ്റെ ബന്ധം? ആയുസ് നീളലും കുടുംബബന്ധവും തമ്മിൽ എന്താ ബന്ധം? യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മളിതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല, ലാഹിറായ സബബുകൾ, ഇപ്പോൾ ആയുസ് നീളാനുള്ള ലാഹിറായ സബബാണ് ആരോഗ്യം ശ്രദ്ധിക്കുക, രോഗം എന്ന ചികിത്സിക്കുക, ഇതൊക്കെ ലാഹിറായ സബബുകളാണ്. ഈ സബബുകൾ പോലും ഫലിക്കുക അള്ളാഹിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത് മറന്നു പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മളെ മക്കളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, ഇപ്പോൾ നമുക്ക് 2 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരുത്തനെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്, അവൻ ദുന്യവിയായി കുറച്ച് ഉയർന്ന സ്ഥാനത്താണ്. അപ്പോൾ അവനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ താല്പര്യത്തിൽ, അവനെങ്ങനെയെങ്കിലും ദീനിൻ്റെ മാർഗ്ഗത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന അതിയായൊരാഗ്രഹം, എല്ലാവരുടെ കാര്യത്തിലും ആഗ്രഹം വേണം. മറ്റവൻ കുറച്ച് ബാക്കിലാണ്, അപ്പോൾ അവൻ പോകുന്ന പോലെ പോയിക്കോട്ടെ, അവൻ്റെ കാര്യത്തിൽ വലിയൊരു ഹെർസില്ല, വലിയൊരു താല്പര്യമില്ല. അങ്ങനെ ആവരുത്. ആരാണോ കൂടുതൽ താല്പര്യത്തോടെ മുന്നോട്ട് വരുന്നത് അവനാണ് കൂടുതൽ നമ്മുടെ ശ്രദ്ധയും പരിഗണനയും അർഹിക്കുന്നത്. എല്ലാവരെയും പരിഗണിക്കുക. അതിനർത്ഥം സമ്പന്നരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരും അവരെ ഒഴിവാക്കണമെന്നല്ല, എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കുക. പിന്നെ മുൻഗണന ആർക്കാണ്? കൂടുതൽ താല്പര്യം കാണിക്കുന്നവർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലെ, അതിനെതിരായി ചെറിയ ഒരു അനക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുണ്ടായത് അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ടില്ല. മുഖമൊന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. അതും ഈ സ്വഹാബിക്ക് കാണാൻ സാധിക്കില്ല, കണ്ണ് കാണാത്ത ആളാണ്. അയാൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാകത്തക്ക സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് പരിപൂർണമാകണം എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ഇത്രയുമാണ് ഈ ആയത്തുകളുടെ ആശയം. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ അടുത്ത പകുതി അടുത്ത ദിവസം നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വായിച്ചതും കേട്ടതുമായ ഈ ആയത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.